എടാ, ഈ ഉടായി പരിപാടിക്കൊക്കെ പോകുമ്പോൾ ബോഡി ലാംഗ്വേജ് ഓക്കെ ആയിക്കണം. എന്നിട്ടൊന്നും സംഭവിക്കാത്ത പോലെ ഇങ്ങനെ കൂളായിരുന്നു. എനക്കിത് പ്രശ്നമല്ല, എനിക്ക് തീരുള്ളതാ. ഞാൻ അങ്ങനെയല്ല. നീ പോന്നാ മതി. ആദ്യം വർത്തമാനം പറ. നേരത്തോട്ട് കളിക്കുന്നു. കിട്ടോ ഇതിന്റെ താക്കോലൊന്നും വേണ്ട, തള്ളിയാ മതി എന്നോ പറഞ്ഞു. തള്ളി വെക്ക്. മോനെ, ഒരു 100 വർഷത്തെ പഴക്കത്തിലുണ്ടാവും കേട്ടോ. കൊത്തുപണിയൊക്കെ ഇവിടെ നിന്നൊരു വൃത്തിയില്ലടാ. ഒരു പെണ്ണ് വരണ്ടില്ലേ എടാ. അതുപോലെ 100 വർഷം പഴക്കമുണ്ടെന്നൊക്കെ പറയുമ്പോൾ പുരാവസ്തുക്കളൊക്കെ എന്തെങ്കിലും ഉണ്ടാവും. എന്താ അർജുനെ, അർജുനോ, അർജുനോ ഒന്നുകൂട്ടോ. എന്താ ഇതെന്ന സാധനം? എന്താ ജാതക ഓലല്ലേ? സംസ്കൃതം തോന്നുന്നു. ഇനിയൊരു പണി, ഗൂഗിൾ ലെൻസ് എടുക്ക്, എന്നിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും. ഇതൊക്കെ പറഞ്ഞത് ഞാൻ തന്നെ വേണ്ടേ? എടാ, ഇതൊരു മൈൻഡ് ഗെയിമാണ്. പ്രാണാമയ കോശ, ഇംഗ്ലീഷ് ഇതിന് ഔറ ഗെയിം എന്ന് പറയുന്നത്. നമ്മൾക്ക് നമ്മളോട് തന്നെ സംസാരിക്കാം. അങ്ങനെ ആയിട്ടില്ലേ എന്ന് പറഞ്ഞാൽ നമ്മളെ ഔറയോട് നമുക്ക് തന്നെ സംസാരിക്കാൻ പറ്റും. ഇനി കഴിഞ്ഞു പോയ കാര്യങ്ങൾ, നമുക്ക് അറിയാത്ത കാര്യങ്ങളും വരാൻ പോകുന്ന കാര്യങ്ങളും നമുക്ക് ചോദിക്കാൻ പറ്റും. 3 ചോദ്യം നമുക്ക് ചോദിക്കാൻ പറ്റും. അങ്ങനെ ഇതെങ്ങനെ കളിക്കുക? അതും ഇതിൽ കൊടുത്തിട്ട് ഒരു മിനിറ്റ്. ഇതിൽ കളിക്കുന്ന ആള് ഇത് മുന്നിൽ വെച്ചിട്ട് ഒരു മുറിയിൽ അടച്ചിട്ട് കളിക്കണം. കണ്ണടച്ചിരുന്ന് ഇതിലെ മന്ത്രം പ്രാണാമയ കോശ, ഒരു വിനായക, അതായത് 24 സെക്കൻഡ് മനസ്സിൽ ചൊല്ലി ഗെയിം തുടങ്ങാം. പുറത്തുള്ള ആളുകൾ ഒരു കാരണവശാലും അകത്തേക്ക് കടക്കരുത്. അകത്തുള്ള ആളിന്റെ ജീവന് ഭീഷണിയാണ്. ഒരു കാര്യം ചെയ്യാം, ഇതൊന്ന് ടെസ്റ്റ് ചെയ്തൊക്കെ ആദ്യം മൊട്ടനെ കൊണ്ട് കളിപ്പിച്ചാൽ. ഓനല്ലേ നമ്മളിവിടെ എത്തിച്ചേ? ഓൻ തന്നെ കളിക്കുന്നു. സാറെത്തിയല്ലോ. ഇപ്പം വന്നെന്നെ ഭാഗ്യം കുട്ടിക്കോ. അവള് വരാൻ ലേറ്റ് ആവുന്നാട്ടോ പറയുന്നേ. ഇനി എത്ര സമയം പിടിക്കും? ഒന്നും പറഞ്ഞില്ല, വരാൻ ലേറ്റ് ആവുന്ന പറഞ്ഞിട്ട്. ഇത് പറഞ്ഞ വാക്കിനൊരു വില വേണ്ടേ? എന്റെ കാര്യല്ലേ, എത്ര കൂട്ടിയാൽ മതി. പ്രിയാജി, ഗെയിം കളിക്കാം. എന്തായാലും വരെ സമയം പിടിക്കൂലേ? മോനെ കിഷോറേ, എന്റെ ഔറ വന്നോ? എന്നാലേ ഔറനോട് ചോദിക്ക് ഇങ്ങോട്ട് വരുമ്പോ ഞാക്കെന്താ സംഭവിച്ചത്. അവര് വരുന്ന വഴിക്ക് അവരുടെ ബൈക്ക് ഒരു കാറിന് ഇടിക്കാൻ പോകും. നിങ്ങളെ ബൈക്ക് ഒരു കാറിന് ഇടിക്കാൻ പോയാ?
ഓരെങ്ങനെ എത്തി ഇവിടെ? ഈ വീട് ഒരു ദുർമന്ത്രവാദി പണി കഴിപ്പിച്ചതാണ്. അദ്ദേഹത്തിന്റെ ത്രികാലജ്ഞാനത്തിന് വേണ്ടിയാണ് ഈ ഓലകൾ ഉണ്ടാക്കിയത്. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്റെ അനിയത്തിയെ കാണാതായിട്ട് കുറെ മാസങ്ങളായി. പിന്നെയാണ് അറിയുന്നത് അവളതൊരു ആത്മഹത്യയായിരുന്നു. ശരിക്കും എന്താ സംഭവിച്ചത്? അതൊരു ആത്മഹത്യയായിരുന്നില്ല. നിങ്ങളുടെ അയൽവാസി അവളെ ഉപയോഗിച്ച് ഒരു പൊട്ടക്കണത്തിൽ തള്ളിത്തായി. ഇനി നിങ്ങൾ എത്രയും വേഗം ഈ ഓല പഴയപടിയാക്കി പോയിക്കോളൂ. എന്നിട്ട് അടുത്ത ആളോട് വരാൻ പറഞ്ഞു. ഇല്ലെങ്കിൽ മരണം ഉറപ്പ്. സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാൻ. യോനെ പറഞ്ഞു സത്യം. എന്റെ അനിയത്തി നമ്മളോട് 3 പേരോട് അകത്ത് പോകാൻ പറഞ്ഞ ഞാൻ പോയി. നിങ്ങളും കൂടെ പോയില്ലേ? നമ്മൾ 3 പേരും മരിക്കൂ. ഞാൻ പറഞ്ഞത് അവരോട് വരണാന്ന്. ഇത് ഞാൻ തന്നെയല്ലേ? അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരാളിൽ തന്നെ 2 വ്യക്തികളുണ്ട്. ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും. അത് മാറി മാറിക്കൊണ്ടേയിരിക്കും. നിന്നിലെ തെറ്റും ശരിയും മാറി മാറി ചെയ്തുകൊണ്ടേയിരിക്കും. അതിൽ നിന്നിലെ മറ്റൊരു പകർപ്പാണെന്ന്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? നിനക്ക് പകരക്കാരനായി മറ്റൊരാൾ വന്നിരിക്കണം. എന്നാലേ നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. ജീവിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്തു, പക്ഷെ എല്ലാം പൊട്ടി. ഈ കടബാധ്യതകൾക്ക് രക്ഷപ്പെടാൻ വല്ല വഴിയുണ്ടോ? നിന്റെ പ്രശ്നങ്ങൾക്ക് കാരണം നിനക്ക് കടം തന്നവരാണ്. ഇതിൽ നിന്നൊക്കെ നിനക്ക് രക്ഷപ്പെടാൻ ഇനി ഒറ്റ മാർഗമേ ഉള്ളൂ. മറ്റുള്ളവരെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള നിന്റെ ജീവിതം നീ അവസാനിപ്പിക്കുക. കടം വാങ്ങാതെ നിന്റെ കഴിവിൽ വിശ്വസിച്ച് ജീവിക്കാൻ നോക്ക്. നീ രക്ഷപ്പെടും. പഴയതുപോലെ കെട്ടിവെച്ച് പോയിക്കോളും. രക്ഷപ്പെടണമെങ്കിൽ അവിടെ പോലെ അജോ പോലെടാ. അല്ല, സത്യമാണോ? സ്വപ്നമാണോ? നമുക്ക് ചുറ്റുമുള്ള എല്ലാം ഒരു മായയല്ലേ? നീ ഉറങ്ങുമ്പോഴും നിന്റെ ചുറ്റിലും ഈ ഭൂമിയും പ്രകൃതിയും ഉണ്ടെന്ന് എന്താണ് എത്ര ഉറപ്പ്? നിന്റെ ശരീരത്തിലൊരു വേദന വന്നാൽ അത് നിന്റെ തലച്ചോറിലെത്തിയാലല്ലേ ആ വേദന നിനക്ക് അനുഭവപ്പെടൂ. അതുപോലെ തന്നെയല്ല
എനിക്കറിയാം, വളരെ താല്പര്യമുള്ളൊരു കാര്യമുണ്ട്. ഞാനൊരു കുട്ടിയെ സ്നേഹിച്ചിട്ടുണ്ട്. 4-5 വർഷമുള്ള റിലേഷൻഷിപ്പാ. ഒരു ദിവസം അവൾ ബ്രേക്കപ്പ് പറഞ്ഞ് പോയി. അതിന് കാരണം എന്താ എനിക്കിതുവരെ അറിയില്ല. അതെന്താണെന്ന് അറിയാൻ നമുക്കറിയാം. നമ്മുടെ ചുറ്റുമുള്ള ബന്ധങ്ങളൊന്നും യഥാർത്ഥമല്ല. പലരും അവരുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കും. അത് നീ മനസ്സിലാക്കുക. ഈ വീട്ടിലേക്ക് ഞങ്ങൾ 3 പേരാ വന്നേ. 2 പേരും കൊണ്ട് ഗെയിം കളിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ മാത്രമേ ഉള്ളൂ. ഈ ഗെയിം എങ്ങനെ പൂർത്തിയാക്കാന്ന് എനിക്കറിയില്ല. എനിക്ക് വീട്ടിൽ നിന്ന് ജീവനോട് പുറത്തേക്ക് പോകണമെന്നുണ്ട്. ഈ ഗെയിം എങ്ങനെ പൂർത്തിയാക്കാമെന്ന് പറഞ്ഞുതരും. നിനക്ക് ഈ വീട്ടിൽ നിന്ന് ജീവനോടെ പുറത്തു പോകണമെങ്കിൽ ഈ ഗെയിം 4മതൊരാൾ കളിക്കണം. അത് നിന്റെ ഗണത്തിൽപ്പെടാത്ത ഒരാളായിരിക്കണം. എന്ന് വെച്ചാൽ ഒരു സ്ത്രീജന്മമായിരിക്കണം. അവൾ ഈ ഗെയിം തുടർന്നാലേ നിനക്കിവിടെ നിന്ന് ജീവനോടെ പുറത്തു പോകാൻ പറ്റും. ഈ ഉടായി പരിപാടിക്കൊക്കെ പോകുമ്പോൾ ബോഡി ലാംഗ്വേജ് ഓക്കെ ആക്കാം. ഇവിടെ നിന്നൊരു വൃത്തിയില്ലടാ. ഒരു പെണ്ണ് വരണ്ടില്ലേ? അവള് വരാൻ ലേറ്റ് ആവുന്നട്ടോ പറയുന്നത്. എന്താ മോനെ വാതിലടച്ച് ഒറ്റയ്ക്കൊരു പരിപാടി? ഞാൻ വേണ്ടേ? ഒന്നല്ലേ ചേച്ചി, ഒന്നല്ലേ ചേച്ചി. ഇതെന്താ കയ്യില്? ഒരു വീട്ടിലേക്ക് ചുമ്മാ അങ്ങനെ കയറി വരാൻ പറ്റുമോ? വരുന്ന വഴി കൊറിയർ കൊടുക്കാണ്ടെന്ന് പറഞ്ഞ് ഒരാളുടെ അഡ്രസ് വെച്ച് തന്നതാ. അത് നന്നായി. അല്ലട ചെക്ക, നിന്റെ കൂടെയുള്ള ബാക്കി 2 പേരുടെ അവര് മെഡിക്കൽ ഷോപ്പ് പോയതാ സാധനം വാങ്ങേ. ഇപ്പൊ അതിനുള്ളൊരു മാനസികാവസ്ഥയിലല്ല പെങ്ങളെ. അവര് വരുന്നവരെ നമുക്കൊരു ഗെയിം കളിച്ചാലോ? എന്ത്? ആ ഓല ഉണ്ടോ? ആ ഓലയിലുണ്ട് ഗെയിം. ചേച്ചി ഗെയിം കളിച്ചോ? പഞ്ചഗാനി മഹാബാഹു കാരണാണ് പോകുന്നത്. അച്ഛനൊരുവിടുന്ന രഹസ്യമന്ത്രങ്ങൾ മോള് തലമുറകൾ കൈമാറണം. എന്താ നമുക്ക് സംഭവിക്കാൻ പോകുന്നത്? അച്ഛൻ ചെയ്ത ദുഷ്കർമ്മങ്ങൾ കാരണം നമ്മൾ തറവാട് ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് മോളെ ഈ ഓലയിൽ പറയുന്നത്. ഇതിനിപ്പോ എന്താ പ്രതിവിധി? ഇനിയുള്ള കാലം ശിവഭഗവാനെ പൂജിച്ച് പ്രീതിപ്പെടുത്തണം. നമ്മൾ ഈ വീട് വിറ്റ് പോകേണ്ടി വരും. ഈ ഓല ഇവിടുത്തെ മച്ചിൽ തന്നെ സൂക്ഷിക്കണം. ജീവിത കഷ്ടപ്പാടുകൾക്കിടയിൽ അഭിസാരികയായി തീർന്ന നമ്മുടെ തലമുറയിൽപ്പെട്ട ഒരുവൾ പിന്നീട് ഒരിക്കലും ഇവിടെ വരും. അവളിലൂടെ നമ്മുടെ തറവാടിന്റെ പ്രതാപം വരും തലമുറയ്ക്ക് വീണ്ടെടുക്കാം. ഈ ഓലയെ നിയന്ത്രിക്കാനുള്ള മന്ത്രങ്ങൾ ഉച്ചരിച്ചോളൂ അച്ഛാ. പഞ്ചേതാനി മഹാബാഹോ പഞ്ചേതാനി മഹാബാഹോ കാരണാനി വിബോധമേ കാരണാനി നിബോധമേ സാന്തേ സാന്തേ സാങ്കേ ദാന്തേ പ്രോ
മോക്ഷാണി സുഗന്ധിം പുഷ്ടിവർദ്ധനം മോളെ, ഒരാൾക്ക് ഒരു ജന്മത്തിൽ 3 തവണ മാത്രം ഇത് ഉപയോഗിക്കാം. അത് ഓരോ തവണ ഉപയോഗിക്കുമ്പോഴും 3 ചോദ്യങ്ങൾ മാത്രം. പ്രാണാമയ കോശ, പ്രാണാമയ കോശ, പ്രാണാമയ കോശ. വിജയത്തിന് സ്വന്തം രഹസ്യങ്ങൾ ആരുമായി പങ്കുവെക്കരുത്. മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ കേൾക്കാൻ നിൽക്കുകയുമരുത്. ആരുമായും കടപ്പാടുകൾ പാടില്ല. അത് അവർ ഒരിക്കൽ ആയുധമാക്കി മാറ്റും. തെറ്റ് ചെയ്യുന്നവരുടെ കൂടെ നിന്ന് ജയിക്കുന്നതിലും നല്ലതാണ് തനിയെ നിന്ന് തോക്കുന്നത്. ജീവിതത്തിൽ വിജയിക്കാൻ ലക്ഷ്യമുണ്ടായിരിക്കുക. ആ ലക്ഷ്യം നിറവേറ്റാൻ ജീവൻ പോലും പണയം വെക്കുക. പക്വത. കേൾക്കുന്നയാൾക്ക് വേദനിക്കുമെന്നറിയാവുന്ന കാര്യങ്ങൾ അയാളോട് ചോദിക്കാതെയും പറയാതെയും ഇരിക്കുക. ആരെക്കുറിച്ചും മോശമായി സംസാരിക്കാതിരിക്കുക. വികാരങ്ങൾക്കനുസരിച്ചല്ല, വിവേകത്തിനനുസരിച്ചാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. നിങ്ങളുടെ സമാധാനത്തിന് ഭീഷണിയാവുന്ന വ്യക്തികളിൽ നിന്നും മാറി നിൽക്കുക. അതാരായാലും. ആനന്ദത്തിന് ദയവുള്ളവരാവുക. സത്യസന്ധമായി ജീവിക്കുക. തെറ്റുകൾ സംഭവിച്ചേക്കാം. സംഭവിച്ചാൽ ന്യായീകരിക്കാതിരിക്കുക. വിഡ്ഢികളോട് തർക്കിക്കാതിരിക്കുക. ആവശ്യഘട്ടങ്ങളിൽ മാത്രം സംസാരിക്കുക. സന്തോഷം എന്നത് അത് തനിച്ചിരുന്ന് നേടാവുന്നതല്ല, അത് പങ്കുവെക്കുമ്പോൾ സംഭവിക്കുന്നതാണ്. പഞ്ചദാനി മഹാബാഹോ, പഞ്ചകാനി മഹാബാഹു, കാരണാനി നിബോധനം, കാരണാനി നിബോധനം, സാങ്കേ കൃതാന്തേ പ്രോക്താനി, സാങ്കേ കൃതാന്തേ പ്രോക്താനി, സിദ്ധേ സർവകർമ്മണാം. സിദ്ധേ സർവകർമ്മണാം.